ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Aplusnotebook. 2022 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് മക്കൾ മലയാളം മീഡിയം കൂടി ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ മലയാളം മീഡിയം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 80 മാർക്കിനാണ് നമ്മുടെ എക്സാം. 2.5 മണിക്കൂറാണ് നമുക്ക് ടൈം ഉള്ളത്. ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ വേർബ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റേഴ്സ് എ ആൻഡ് ബി ഇൻ ദിസ് പിക്ചർ. ഇവിടെ നമുക്കൊരു വേവിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ചിത്രത്തിൽ എ ബി എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത്, തിരാദൈർഘ്യം. ബി ട്രഫ് അല്ലെങ്കിൽ തിരാതടം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ കൗൺസിൽ വിച്ച് ഹെൽപ്പ് ദ മറാത്ത റൂളർ ശിവജി ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. മറാത്ത ഭരണാധികാരിയായിരുന്ന ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന സമിതി ഏത് പേരിലാണ് അറിയപ്പെട്ടത്? അതെ, അഷ്ടപ്രധാൻ. ഹൂ ഫങ്ഷൻ ദ റോൾ ഓഫ് റോയൽ കറസ്പോണ്ടൻസ് ഇൻ ദിസ് കൗൺസിൽ. ഈ സമിതിയിൽ രാജകീയ കത്തിടപാടുകളുടെ ചുമതല വഹിച്ചിരുന്നത് ആരാണ്? സജീവൻ. ഓരോ മന്ത്രിമാരും അവരുടെ ചുമതലകളും നല്ലപോലെ പഠിച്ചിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗീവ് എക്സാമ്പിൾ ഫോർ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. കാറ്റിൻ്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഓരോ ഉദാഹരണം എഴുതുക. വിൻഡ് ഇറോഷൻ്റെ എക്സാമ്പിൾ ആണ് മഷ്റൂം റോക്സ്. വിൻഡ് ഡെപ്പോസിഷൻ ബർക്കൻസ്. അപരദനത്തിന് ഉദാഹരണം കൂൺശിലകൾ, നിക്ഷേപണം ബർക്കനുകൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ആസ് എ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിൻ്റെ, അതായത് പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ 2 പോരായ്മകൾ എഴുതുക. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ആവറേജ് ഇൻകം. ദിസ് ഈസ് മിയർലി എ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, ഒരു ശരാശരി വരുമാനമാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ. ignores factors like education, availability of nutritious food and healthcare facilities that improves the quality of living. വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ജീവിത ഗുണമേന്മാ ഘടകങ്ങൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ സ്വരാജ്യ ആൻഡ് മൊഗളെ. സ്വരാജ്യ, മൊഗളെ എന്നിവ വ്യക്തമാക്കുക. The Maratha kingdom was divided into 2, Swarajya and Mughal. The Swarajya was the territories of the Marathas, where the Mughal was the regions annexed to the kingdom. അപ്പോൾ മറാത്ത കിങ്ഡത്തിനെ 2ആയിട്ട് വിഭജിച്ചിരുന്നു. അതാണ് സ്വരാജ്യയും മൊഗളയും. സ്വരാജ്യ എന്ന് പറഞ്ഞാൽ മറാത്തക്കാരുടേതായ ഭൂപ്രദേശമാണ്. എന്നാൽ മൊഗളെ മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കിയ പ്രദേശമാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ. മെൻഷൻ എനി 2 ലാൻഡ് ഫോംസ് കോമൺലി സീൻ ഇൻ ദ മിഡിൽ കോഴ്സ് ഓഫ് എ റിവർ. നദിയുടെ മധ്യഘട്ടത്തിൽ കാണപ്പെടുന്ന 2 ഭൂരൂപങ്ങൾ ഏതെല്ലാം? ജസ്റ്റ് പേര് മാത്രം നമ്മൾ എഴുതിയാൽ മതി. മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ്. സെവൻത് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ദ ട്രേഡ് ഗ്രൂപ്പ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ കച്ചവട വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഡയഗ്രമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. എയുടെ അവിടെ എന്താണ് ആൻസർ വരിക? യെസ്, മാർവാഡീസ്, ഗുജറാത്തീസ്. മാർവാഡീസും ഗുജറാത്തീസും കോസ്റ്റൽ ലൈൻ ട്രേഡ് ആണ്, തീരദേശ വാണിജ്യമാണ്. മുൾത്താൻസും ഖുറോസാനികളോ? യെസ്, അവർ ഇൻലാൻഡ് ട്രേഡ് ആണ്, കരവഴിയുള്ള വാണിജ്യത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ഇറ്റ്സ് പ്രൊപ്പഗേറ്റേഴ്സ് വെയർ ദ സെയിൻസ് ഹൂ വെയർ ഭക്തി പോയറ്റ്സ്. ഭക്ത കവികളായ സന്യാസിമാരായിരുന്നു ഭക്തി മൂവ്മെന്റിന്റെ, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ. ചലഞ്ച് ദ കൺസർവേറ്റീവ് ബ്രാഹ്മണിക് ട്രഡീഷൻ. യാഥാസ്ഥിക ബ്രാഹ്മണ പാരമ്പര്യങ്ങളെ അവർ വെല്ലുവിളിച്ചു. ഇനി 9 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 3 മാർക്കാണ്. അപ്പോൾ ഇതിൽ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ അതിനകത്ത് 3 വാല്യൂ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലാണ്ട് വെറുതെ നമ്മൾ വാരി എഴുതിയിട്ട് കാര്യമില്ല. 3 വാല്യൂ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കും കിട്ടും. 9th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെൻ ബൈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? റൈറ്റ് എനി 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. മൗലിക കർത്തവ്യങ്ങൾ എന്നാൽ എന്ത്? ഏതെങ്കിലും 2 മൗലിക കർത്തവ്യങ്ങൾ എഴുതുക.
Certain duties are to be performed by the citizen towards the state to protect the unity and integrity of the nation. These duties are known as fundamental duties. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് നിറവേറ്റേണ്ട കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. 2 മൗലിക കർത്തവ്യങ്ങൾ എഴുതാൻ കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡ് അപ്പ് വൈൽ ദി നാഷണൽ ആന്തം ഈസ് ബീയിങ് സങ്. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. പരിസ്ഥിതി സംരക്ഷിക്കുക. 10th question. ഹൗ ആർ ഫ്ലഡ് പ്ലെയിൻസ് ഫോം? ഇവാലുവേറ്റ് ഇറ്റ്സ് അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ്. പ്രളയ സമതലങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? അവയുടെ കാർഷിക പ്രാധാന്യം വിലയിരുത്തുക. മഴക്കാലത്ത് നദി ഒഴുകുന്ന ചാലിന്റെ ഇരുകരകളിലേക്കും ഏറെ ദൂരം പ്രളയജലം എത്തുന്നു. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരുകരകളിലും എക്കൽ നിക്ഷേപിച്ച് രൂപം കൊള്ളുന്ന സമതലങ്ങളാണ് പ്രളയ സമതലങ്ങൾ. ഡ്യൂറിംഗ് റെയിനി സീസൺ ദ റിവേഴ്സ് ഓവർഫ്ലോ ആൻഡ് ഫ്ലഡ് വാട്ടർ കവർ എക്സ്റ്റെൻസീവ് ഏരിയാസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റിവർ. The deposition of alluvium along both the flooded banks cause the formation of plains. Such plains are called flood plains. അപ്പം മഴക്കാലത്ത് നദി കവിഞ്ഞൊഴുകുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇരുകരകളിലേക്കും ഏറെ ദൂരം പ്രളയജലം എത്തുന്നു. അപ്പം ഇങ്ങനെ ഈ ഇരുകരകളിലേക്കും അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്ന പ്ലെയിൻസ് ആണ് ഫ്ലഡ് പ്ലെയിൻസ് എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ അഗ്രികൾച്ചറൽ ഇമ്പോർട്ടൻസ്, കാർഷിക പ്രാധാന്യം കൂടി ചോദിച്ചിട്ടുണ്ട്. സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അലൂവിയൽ സോയിൽ. ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. വാട്ടർ അവൈലബിലിറ്റി നിയർ ദ പ്ലെയിൻസ് ഈസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. സമതലങ്ങൾക്ക് സമീപമായുള്ള ജലലഭ്യത കൃഷിക്ക് അനുയോജ്യമാണ്. 11th question. How far did the invention of new technology help the progress in educational sector in medieval India? മധ്യകാല ഇന്ത്യയിൽ സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി തൊഴിൽ രംഗത്ത് എങ്ങനെയെല്ലാം സഹായിച്ചു? The use of charka facilitated the development of textile industry. ചർക്കയുടെ ഉപയോഗം തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിക്ക് സഹായിച്ചു. With the advent of charka, the production of yarn increased by 6 times. ചർക്കയുടെ ഉപയോഗത്തോടെ നൂൽ നിർമ്മാണത്തിൽ 6 മടങ്ങ് വർധനവുണ്ടായി. The invention of loom brought tremendous changes in weaving. ചവിട്ടി പ്രവർത്തിക്കുന്ന തറിയുടെ കണ്ടുപിടുത്തം തുണി നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ദ ടെക്നോളജി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഫ്രം സിൽക്ക് വേംസ് ഓൾസോ സ്പ്രെഡ് വൈഡ്ലി. പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും പ്രചാരം നേടി. മെറ്റലർജി ആൻഡ് മൈനിങ് ഇൻഡസ്ട്രീസ് ഫ്ലറിഷ്ഡ്. Those who were engaged in metallurgy mostly produced agriculture tools and war equipments. മെറ്റലർജിയിലും മറ്റും ഏർപ്പെട്ടിരുന്നവർ അഗ്രികൾച്ചറൽ ടൂൾസും വാർ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കി. ദ പ്രൊഡക്ഷൻ ഓഫ് ഹോഷൂ ആൻഡ് അയൺ സ്റ്റിറപ്പ് മെയ്ഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ വാർ ടെക്നോളജി. ഹോഷൂവിൻ്റെയും അയൺ സ്റ്റിറപ്പിൻ്റെയും ഉൽപ്പാദനം വാർ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ചർക്കയുടെ ഉപയോഗം തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിക്ക് സഹായിച്ചു. ചവിട്ടി പ്രവർത്തിക്കുന്ന തറിയുടെ കണ്ടുപിടുത്തം, പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ, ലോഹ സംസ്കരണം, ഖനന വ്യവസായം, ഇരുമ്പുകൊണ്ടുള്ള ലാടം, കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഇരുമ്പ് ചവിട്ടുപടി. 12th question. What is sustainable development? Write any 2 goals of sustainable development. സുസ്ഥിര വികസനം എന്നാൽ എന്ത്? സുസ്ഥിര വികസനത്തിന്റെ 2 ലക്ഷ്യങ്ങൾ എഴുതുക. പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനം. അതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. Sustainable development is defined as development which meets the needs of the present without compromising the ability of future generations to meet their own needs. Sustainable development has 3 main goals: environmental goals, economic goals, social goals. 13ാമത്തെ ചോദ്യം. How are tides helpful to human beings? വേലുകൾ മനുഷ്യന് ഉപകാരപ്രദമാകുന്നത് എങ്ങനെയെല്ലാം? The debris dumped along the seashores and ports are washed off to deep sea. തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. Tidal energy can be used for power generation. വേലികൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. Ships can be brought to shallow harbors during high tides. ആഴം കുറഞ്ഞ തുറമുഖങ്ങളിൽ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്നു. The formation of deltas is disrupted due to strong tides.
നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. ബ്രാക്കിഷ് വാട്ടർ ക്യാൻ ബി കളക്റ്റഡ് ഇൻ സോൾട്ട് പാൻസ് ഡ്യൂറിങ് ഹൈ ടൈഡ്സ്. ഉപ്പളങ്ങളിൽ കടൽവെള്ളം കയറ്റാൻ കഴിയുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു ദ വുമൻ റെപ്രസെൻറ്റേഷൻ ഇൻ ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. മീരാഭായ് എവിടെയാണ്? രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. ഇനി കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടത് ലാൽ ദേദ്. അക്ക മഹാദേവി കർണാടക. 15th ക്വസ്റ്റ്യൻ റൈറ്റ് എനി 3 ഐഡിയാസ് ഓഫ് വീരശൈവ മൂവ്മെന്റ്. വീരശൈവ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച് ഏതെങ്കിലും 3 ആശയങ്ങൾ എഴുതുക. ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. ഗിവ് പ്രയോറിറ്റി ടു ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി. പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, ഇന്റർ ഡൈനിങ് ആൻഡ് അഡൽട്ട് മാരേജ്, വിധവാ വിവാഹം, മിശ്രഭോജനം, പ്രായപൂർത്തി വിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. 16 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 9 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 16th ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? കാവേരി നദിയിലെ ജലസമൃദ്ധി, വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ കാവേരി. അലൂവിയൽ ഡെപ്പോസിറ്റ് ഓഫ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടറീസ്, കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്. കനാൽ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ ബൈ ദ ചോള കിങ്സ്, ജലസേചനത്തിനായി രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ. ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ സമിതീസ് ദാറ്റ് വർക്ക്ഡ് അണ്ടർ ദ സഭാസ്, ബോഡി ഫോർ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ, കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ. 17th ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഓഷ്യൻ കറൻസ് as വാം കറൻസ് ആൻഡ് കോൾഡ് കറൻസ്. നൽകിയിട്ടുള്ള സമുദ്രജല പ്രവാഹങ്ങളെ ഉഷ്ണജല പ്രവാഹങ്ങൾ, ശീതജല പ്രവാഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. അപ്പം വാം കറൻസ് ഏതൊക്കെയാണ്? ബ്രസീലിയൻ കറണ്ട് ആൻഡ് ഗൾഫ് സ്ട്രീം. കോൾഡ് കറൻസോ? ലാബ്രഡോർ കറണ്ട് ആൻഡ് ഹംബോൾട്ട് കറണ്ട്. ഉഷ്ണജല പ്രവാഹങ്ങൾ ബ്രസീൽ പ്രവാഹം, ഗൾഫ് സ്ട്രീം. ശീതജല പ്രവാഹങ്ങൾ ലാബ്രഡോർ പ്രവാഹം, ഹംബോൾട്ട് പ്രവാഹം. 18th ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. സാമ്പത്തിക വികാസവും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? എക്കണോമിക് ഗ്രോത്ത് ഇൻകത്തിലും പ്രൊഡക്ഷനിലുമുള്ള ഇൻക്രീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത്. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റോ? എക്കണോമിക് ഡെവലപ്മെന്റ് സാമ്പത്തിക വികസനം ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയാണ്. ഇംപ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. എക്കണോമിക് ഗ്രോത്ത് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. സാമ്പത്തിക വളർച്ച ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകോല്. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റില് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നു. Economic development is measured in terms of various indices such as physical quality of life index, human development index, etc. Economic growth ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ്. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് ക്വാളിറ്റേറ്റീവ് മെഷർ ആണ്. സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്നു, എന്നാൽ സാമ്പത്തിക വികസനം ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. Economic growth emphasis is purely on the economic factors. സാമ്പത്തിക വളർച്ച സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു. എക്കണോമിക് ഡെവലപ്മെന്റ് എംഫസൈസസ് ഓൺ സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ്. എന്നാൽ സാമ്പത്തിക വികസനം സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. എക്കണോമിക് ഗ്രോത്ത് ഹാപ്പൻസ് ഇൻ എ ഷോർട്ട് ടേം. സാമ്പത്തിക വളർച്ച ഹ്രസ്വ കാലയളവിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഹാപ്പൻസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. സാമ്പത്തിക വികസനം ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കറ്റ് റിഫോംസ് ഓഫ് അലാവുദ്ദീൻ ഖാൽജി ഹെൽപ്ഡ് ഇൻ സ്ട്രെങ്തനിങ് ദ മിലിറ്ററി പവർ ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അലാവുദ്ദീൻ ഖൽജിയുടെ കമ്പോള പരിഷ്കരണം സൽത്തനത്ത് ഭരണത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ സഹായകമായിരുന്നു. പ്രസ്താവന വിലയിരുത്തുക. അലാവുദ്ദീൻ ഖൽജി കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പരിഷ്കരണമാണ് കമ്പോള നിയന്ത്രണം. സൈനിക ചെലവ് കുറയ്ക്കാൻ ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഇതിന്റെ ഭാഗമായി ആവശ്യ സാധനങ്ങളുടെ വില സർക്കാർ നിശ്ചയിച്ചു.
ആ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായി. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകി. അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ചു. സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിക്കുകയും കർഷകരിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ക്ഷാമകാലങ്ങളിൽ മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. കമ്പോള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. തത്ഫലമായി സൈനികർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ ഉയർന്ന ശമ്പളം അവർക്ക് നൽകേണ്ട ആവശ്യമുണ്ടായില്ല. ഇത്തരം നടപടികളിലൂടെ സുൽത്താൻ സൈനിക ചെലവ് കുറയ്ക്കുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. Market regulation of Alauddin Khalji was a reform implemented with the intention to maintaining a large army with less expenditure. വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പരിഷ്കരണമാണ് മാർക്കറ്റ് റിഫോം. ഇത് നടപ്പിലാക്കിയത് ആരാണ്? അലാവുദ്ദീൻ ഖാൽജിയാണ്. As part of this, the government fixed the prices of essential commodities. മാർക്കറ്റ് റിഫോമിന്റെ ഭാഗമായി ആവശ്യ സാധനങ്ങളുടെ വില ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചു. Hence, the merchants were forced to sell their products at the fixed price. സോ ഇതുമൂലം ആ വിലയ്ക്ക് തന്നെ സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായി. ബ്ലാക്ക് മാർക്കറ്റേഴ്സ് ആൻഡ് ഹോർഡേഴ്സ് വെയർ സ്ട്രിക്ട്ലി പണിഷ്ഡ്. പൂഴ്ത്തിവെപ്പുകാരെയും കരിചന്തക്കാരെയും കഠിന ശിക്ഷ നൽകിയിരുന്നു. ദ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെയർ യൂണിഫൈഡ്. വെയ്റ്റും മെഷേഴ്സും ഒക്കെ ഏകീകരിച്ചു. The government established granaries to store the grains bought from the peasants. ഗവൺമെന്റ് ധാന്യപ്പുരകൾ സ്ഥാപിക്കുകയും കർഷകരിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തു. The corns were distributed during the time of famines at a moderate price. ഇങ്ങനെ ശേഖരിച്ചു വെച്ച ധാന്യങ്ങൾ ക്ഷാമകാലങ്ങളിൽ മിതമായ വിലയ്ക്ക് വിതരണം ചെയ്തു. Officers were appointed for strict implementation of the market regulation. അപ്പോൾ ഈ കമ്പോള നിയമങ്ങൾ, മാർക്കറ്റ് നിയമങ്ങളൊക്കെ കർശനമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓഫീസേഴ്സിനെയൊക്കെ നിയമിച്ചിരുന്നു. As a result, the soldiers were able to purchase commodities at a moderate price. ഇതിന്റെ ഫലമായിട്ട് സോൾജിയേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിച്ചു. Hence, there was no need to pay them high salaries. അവരുടെ ജീവിത ചെലവ് കുറഞ്ഞു അല്ലേ? അതിന്റെ ഫലമായിട്ട് അവർക്ക് ഉയർന്ന ശമ്പളം നൽകേണ്ട ആവശ്യം വന്നില്ല. Through these acts, the Sultan curtailed the military expenditure and the amount thus saved was utilized to enhance the strength of the army. അപ്പോൾ ഇത്തരം നടപടികളിലൂടെ സുൽത്താൻ സൈനിക ചെലവ് കുറയ്ക്കുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ച് സൈന്യം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. 20th question. What are the factors determining the flow of a river? നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വോളിയം ഓഫ് വാട്ടർ, ജലത്തിന്റെ അളവ്. റോക്ക് സ്ട്രക്ചർ, ശിലാഘടന. സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ, പ്രദേശത്തിന്റെ ചരിവ്. എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്, അവസാദങ്ങളുടെ അളവ്. 21th ക്വസ്റ്റ്യനും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എ കോളത്തിൽ നമുക്ക് ആദ്യം നൽകിയിരിക്കുന്ന മൻസബ്ദാരി സിസ്റ്റം. മൻസബ്ദാരി സിസ്റ്റം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യെസ്, അക്ബർ. അഷ്ടപ്രധാൻ, ശിവജി. അമുക്തമാല്യത, കൃഷ്ണദേവരായ. ഇക്താ സിസ്റ്റം, സുൽത്താനേറ്റ് റൂൾ. 22ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സലൈനിറ്റി? വാട്ട് ആർ ദ കണ്ടീഷൻ ലീഡിംഗ് ടു വേരിയേഷൻ ഇൻ സലൈനിറ്റി? ലവണത്വം എന്നാൽ എന്ത്? സമുദ്രജല ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? The concentration of salt content in sea water is known as salinity. കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിന്റെ സാന്ദ്രീകരണമാണ് ലവണത്വം എന്നറിയപ്പെടുന്നത്. The condition leading to variation in salinity. ഇനി സമുദ്രജല ലവണത്വത്തിന്റെ ഏറ്റക്കുറച്ചിലിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Salinity will be more in landlocked seas. കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം, salinity കൂടുതലായിരിക്കും. Salinity increases in areas of high evaporation. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ salinity, ലവണത്വം കൂടുന്നു. Salinity decreases in areas where snow melt water reaches in large quantity. ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. Salinity decreases at river mouths. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ഹെവി റെയിൻഫോൾ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ സലൈനിറ്റി. ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയുന്നതിന് ഇടയാക്കുന്നു.
23rd question. What are the factors which help the growth of cities in medieval India? മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങളുടെ വളർച്ചയെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാം? Agricultural and commercial progress accelerated the growth of cities. കാർഷിക വാണിജ്യ പുരോഗതി. The urban population rapidly increased during medieval period. മധ്യകാല കാലഘട്ടത്തിൽ ജനസംഖ്യയിൽ ഉണ്ടായ വർധനവ്. Different section of people including cooks, weavers and leather craftsmen migrated to the cities. തുകൽ പണിക്കാർ, പാചകക്കാർ, നെയ്ത്തുകാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറിയത്. The rulers brought a large number of slaves captured from battle to cities. Subsequently, the urban population went up. യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത അടിമകളെ ധാരാളമായി നഗരങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇവയൊക്കെയാണ് മധ്യകാല ഇന്ത്യയിലെ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് സ്വാധീനിച്ച ഫാക്ടേഴ്സ്. 24th question. How does education help in the growth of human development? വിദ്യാഭ്യാസം മാനവ വികസനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എങ്ങനെ? അപ്പോൾ ബെറ്റർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ കൂടുതൽ പേര് വിദ്യാഭ്യാസം നേടുന്നു. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ റിസീവിങ് എഡ്യൂക്കേഷൻ. മികച്ച വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് നല്ല ജോലി സാധ്യത ഉണ്ടാവുന്നു അല്ലേ? ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. നല്ല ജോലി സാധ്യത ഉണ്ടാകുമ്പോഴോ, ജോലി ലഭിക്കുമ്പോൾ വരുമാനവും വാങ്ങൽ ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പർച്ചേസിംഗ് പവർ. അപ്പം വരുമാനം കൂടുന്നു, പർച്ചേസിംഗ് പവർ കൂടുന്നു. അപ്പൊ ഇതുമൂലം മികച്ച ജീവിത സാഹചര്യങ്ങൾ നേടാൻ കഴിയുന്നു. ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. 25th question. Evaluate the role of Kabir to the growth of Bhakti movement in North India. ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ കബീർ വഹിച്ച പങ്ക് വിലയിരുത്തുക. ഹിന്ദു മതവും ഇസ്ലാം മതവും തമ്മിൽ സാഹോദര്യ ബന്ധം വളർത്താൻ ശ്രമിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ എതിർത്തു. മാനവിക ഐക്യത്തിന് ഊന്നൽ നൽകി. വിഗ്രഹാരാധന, തീർത്ഥാടനം, പുണ്യസ്നാനം എന്നിവയെ നിരാകരിച്ചു. സന്യാസം സ്വീകരിക്കുന്നതിനായി ഗാർഹിക ജീവിതം ഉപേക്ഷിക്കുന്നതിനെ അനുകൂലിച്ചില്ല. കബീർ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? കബീർ. ഹി റിമൈൻഡ്സ് ദാറ്റ് ദ ഹിന്ദു ആൻഡ് ദ മുസ്ലിം ആർ ടു വെയേഴ്സ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ ആൻഡ് ഹി ട്രൈഡ് ടു പ്രൊമോട്ട് ബ്രദർഹുഡ് ബിറ്റ്വീൻ ഹിന്ദുസം ആൻഡ് ഇസ്ലാം. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹിന്ദുമതവും ഇസ്ലാം മതവും തമ്മിൽ സാഹോദര്യ ബന്ധം വളർത്താൻ കബീർ ശ്രമിച്ചു. The aim of Kabir was to propagate a religion of love uniting people of all caste and religions. എല്ലാ ജാതിക്കാരെയും മതക്കാരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിന്റെ മതം പ്രചരിപ്പിക്കലായിരുന്നു കബീറിന്റെ ലക്ഷ്യം. He strongly opposed all discriminations on the basis of caste, religion, class, family and wealth. ജാതി, മതം, വർണ്ണം, കുടുംബം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. He focused on the unity of humanity and vehemently opposed caste system and untouchability. ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ശക്തമായി അദ്ദേഹം എതിർത്തു. മാനവിക ഐക്യത്തിന് ഊന്നൽ നൽകി. He rejected idol worship, pilgrimages and baths in holy rivers. വിഗ്രഹാരാധന, തീർത്ഥാടനം, പുണ്യനദീ സ്നാനം എന്നിവയെ അദ്ദേഹം നിരാകരിച്ചു. He was not in favor of forsaking family life or accepting sainthood. സന്യാസം സ്വീകരിക്കുന്നതിനായി ഗാർഹിക ജീവിതം ഉപേക്ഷിക്കുന്നതിനെ അദ്ദേഹം എതിരായിരുന്നു. 26ഉം 27ഉം ക്വസ്റ്റ്യൻസ് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിവിടെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം 26ലെ ഓർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്യുക, 27ലെ ഓർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26ന്റെ എ പാർട്ടാണ്. ഓഷ്യൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് എലൂസിഡേറ്റ്. മാനവ ജീവിതത്തിലും ഭൗമ പരിസ്ഥിതിയിലും സമുദ്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനം അളവറ്റതാണ്. പ്രസ്താവന സാധൂകരിക്കുക. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അതനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഫസ്റ്റ് പോയിന്റ്, കാലാവസ്ഥയെ സമുദ്രങ്ങൾ സ്വാധീനിക്കുന്നു. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സമുദ്രങ്ങൾ സ്വാധീനിക്കുന്നു. പകൽ സമയത്ത് വീശുന്ന കടൽക്കാറ്റും രാത്രികാലങ്ങളിലെ കരക്കാറ്റും തീരപ്രദേശങ്ങളിലെ താപനില നിയന്ത്രിക്കുന്നു. മഴ, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിന് സമുദ്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ധാതു നിക്ഷേപങ്ങളുടെ കലവറയാണ്.
സമുദ്രം ധാതു നിക്ഷേപങ്ങളുടെ കലവറയാണ്. കരയിൽ ലഭ്യമാകുന്ന എല്ലാ ധാതുക്കളും സമുദ്രങ്ങളിലും കാണപ്പെടുന്നു. കറിയുപ്പ്, മഗ്നീഷ്യം, കൽക്കരി, പെട്രോളിയം എന്നിവയുടെ എല്ലാം നിക്ഷേപം സമുദ്രങ്ങളിലുണ്ട്. സമുദ്രങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. തിരമാലകൾ, വേലികൾ എന്നിവ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ കലവറയാണ് സമുദ്രം. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ ജപ്പാൻ, പെറു, നോർവ, അമേരിക്ക എന്നിവയാണ്. ഔഷധങ്ങളുടെ സ്രോതസ്സാണ് സമുദ്രം. ആന്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ, വൈറ്റമിനുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കാനായി സമുദ്രത്തിലെ സസ്യജന്തുജാലങ്ങളെ ഉപയോഗിക്കുന്നു. കടൽവെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി ഉപയോഗിക്കുന്നു. ഇതിനായിട്ട് നമ്മൾ 2 ശുദ്ധീകരണ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. സമുദ്രജല സേചനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നീ മാർഗങ്ങളിലൂടെ ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിച്ചെടുക്കുന്നു. ലക്ഷദ്വീപിൽ ഈ മാർഗമാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗങ്ങളിലൂടെ ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിച്ച് ജലം ശുദ്ധീകരിക്കാം. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ മാർഗമാണ് ഉപയോഗിക്കുന്നത്. First, climate. Ocean have a decisive role in controlling the climate along the coastal region. ഇപ്പോൾ കോസ്റ്റൽ റീജിയനിലെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ഓഷ്യൻസിന് പ്രധാന പങ്കുണ്ട്. The sea breeze during the day and the land breeze in the night regulate the temperature over the coast. പകൽ സമയങ്ങളിലെ സീ ബ്രീസും രാത്രികാലങ്ങളിലെ ലാൻഡ് ബ്രീസും തീരപ്രദേശങ്ങളിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഓഷ്യൻ പ്ലേസ് എ പാർട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് വെദർ ഫിനോമിന ലൈക്ക് റെയിൻ, വിൻഡ്, സൈക്ലോൺസ്. അപ്പം റെയിൻ, വിൻഡ്, സൈക്ലോൺസ് തുടങ്ങിയവയുടെ ഫോർമേഷനിൽ പ്രധാന പങ്ക് ഓഷ്യൻ വഹിക്കുന്നുണ്ട്. മിനറൽ ഡെപ്പോസിറ്റ്സ്. മോസ്റ്റ് ഓഫ് ദ മിനറൽ ഫൗണ്ട് ഓൺ ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ഓഷ്യൻസ്. കരയിൽ കാണുന്ന മിക്ക മിനറൽസും ഓഷ്യൻസിലും കാണാം. Apart from the deposits of common salt, bromine, magnesium chloride, etc., the ocean contains iron ore, coal, petroleum and natural gas. കോമൺ സോൾട്ട്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ് തുടങ്ങിയ ഡെപ്പോസിറ്റുകൾ കൂടാതെ അയൺ ഓറ്, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഇവയൊക്കെ ഓഷ്യനിലുണ്ട്. പവർ ജനറേഷൻ. വേവ്സ് ആൻഡ് ടൈഡ്സ് ആർ യൂസ്ഡ് ഫോർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ. വേവ്സും ടൈഡ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഓഷ്യൻ ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ഫുഡ്, അല്ലേ? മീൻ ഒരു പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റം ആണ്. ജപ്പാൻ, പെറു, ചൈന, നോർവേ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആർ ദ ലീഡിംഗ് ഫിഷിംഗ് നേഷൻസ്. പ്രധാനപ്പെട്ട മുൻനിരയിൽ നിൽക്കുന്ന ഫിഷിംഗ് നേഷൻസ് ആണ് ജപ്പാൻ, പെറു, ചൈന, നോർവേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തുടങ്ങിയവ. മറൈൻ ഓർഗാനിസംസ് ആർ ദ സോഴ്സ് ഓഫ് മെനി മെഡിസിൻസ്. മറൈൻ ഓർഗാനിസത്തിനെ പല മെഡിസിൻസിൻ്റെയും സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്, സ്റ്റിറോയിഡ്സ് ആൻഡ് വിറ്റാമിൻസ്. ആൻറ്റിബയോട്ടിക്സും സ്റ്റിറോയിഡ്സും വിറ്റാമിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മറൈൻ ഓർഗാനിസംസ് യൂസ് ചെയ്യാറുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീ. കടൽ വെള്ളം പ്യൂരിഫൈ ചെയ്ത് നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കും. 2 രീതിയിലാണ് നമ്മൾ സീ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്. ഒന്ന് സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബ്രാക്കിഷ് വാട്ടർ, മറ്റൊന്ന് സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം ബ്രാക്കിഷ് വാട്ടർ. ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ, ഇവാപറേഷൻ, കണ്ടൻസേഷൻ മെത്തേഡ്സിലൂടെയാണ്. ലക്ഷദ്വീപിലെ ജനങ്ങൾ ഈ മെത്തേഡിലൂടെ ലഭിക്കുന്ന വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന് സോൾട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോളിസിസിലൂടെയും റിവേഴ്സ് ഓസ്മോസിസിലൂടെയാണ്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭജലത്തിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ വിശദമാക്കുക. അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ ഇറോഷന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ലാൻഡ് ഫോം ആണ് ലൈംസ്റ്റോൺ കേവ്സ്. കേവ്സ് ഫോംഡ് ബൈ ദ സൊല്യൂഷൻ ഓഫ് ലൈംസ്റ്റോൺ ഇൻ അണ്ടർഗ്രൗണ്ട് വാട്ടർ. അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ ലൈംസ്റ്റോൺ ലയിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ലാൻഡ് ഫോം ആണ് ലൈംസ്റ്റോൺ കേവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെപ്പോസിഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് വൺ സ്റ്റാലക്ടൈറ്റ്സ്. The water with dissolved limestone in it drips from the roof of limestone caves. A portion of this mixture remains on the roof of the caves itself. This deposit of lime grows upside down due to this long continued process. They are called stalactites. അതായത് ലൈംസ്റ്റോൺ അലിഞ്ഞു ചേർന്നിട്ടുള്ള വെള്ളം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളികളായി വീഴുന്നു. ഇതിന്റെ കുറച്ചു ഭാഗം ആ കേവിന്റെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുകയും ഈ ഒരു പ്രോസസ്സ് കുറേ കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ലാൻഡ് ഫോം ആണ് സ്റ്റാലക്ടൈറ്റുകൾ.
സ്റ്റാലഗ്മൈറ്റ്സ് ഇതും ഡെപ്പോസിഷന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ദ ഡെപ്പോസിറ്റ് ഓഫ് ലൈം ഓൺ ദ ഫ്ലോർ ഓഫ് ദ കേവ് ഓൾസോ ഗ്രോ അപ്വേർഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡെപ്പോസിഷൻ ഫ്രം എബവ്. മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായിട്ട് വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ തറയിൽ വീണിട്ട് അവിടെ അടിഞ്ഞുകൂടി അത് മുകളിലേക്ക് വളരുന്നു. ഇത്തരം ലാൻഡ് ഫോംസ് ആണ് സ്റ്റാലഗ്മൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. അടുത്തത് പില്ലേഴ്സ് എന്താണ്? ഇതും ഡെപ്പോസിഷന്റെ ഫലമായിട്ടാണ്. സ്റ്റാലക്ടൈറ്റുകൾ മുകളിൽ നിന്ന് താഴേക്ക് വളരുന്നു, സ്റ്റാലഗ്മൈറ്റുകൾ താഴേന്ന് മുകളിലേക്ക് വളരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി പരസ്പരം കൂടി ചേർന്നുണ്ടാവുന്ന ലാൻഡ് ഫോം ആണ് പില്ലേഴ്സ്. അപരദന ഭൂരൂപങ്ങൾ. ചുണ്ണാമ്പ് ഗുഹകൾ. ചുണ്ണാമ്പ് ശിലാഭാഗങ്ങൾ ഭൂഗർഭജലവുമായി ലയിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ചുണ്ണാമ്പ് ഗുഹകൾ. ചുണ്ണാമ്പ് ഗുഹകൾ അപരദന ഫലമായി രൂപം കൊള്ളുന്നവയാണ്. അടുത്തതായി നിക്ഷേപണ ഭൂരൂപങ്ങൾ. ചുണ്ണാമ്പ് ശിലാഗുഹകളിൽ ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്കു തുള്ളിയായി വീഴുന്നു. ഇതിന്റെ കുറച്ചു ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ പ്രക്രിയ ഏറെക്കാലം തുടരുന്നതിന്റെ ഫലമായി ഈ ചുണ്ണാമ്പ് നിക്ഷേപ രൂപങ്ങൾ താഴേക്ക് വളരുന്നതാണ് സ്റ്റാലക്ടൈറ്റുകൾ. സ്റ്റാലഗ്മൈറ്റുകൾ. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞുകൂടുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭൂരൂപങ്ങൾ. ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ. സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ അവ പരസ്പരം കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്നവയാണ് ചുണ്ണാമ്പ് ശിലാസ്തംഭങ്ങൾ. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ദി ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ പ്രാദേശിക ഭാഷയ്ക്കുണ്ടായ വളർച്ച വിശദീകരിക്കുക. ഭക്തി സൂഫി പ്രബോധകർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അതത് പ്രദേശത്തുള്ള ഭാഷകളിലായിരുന്നു. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. ഹിന്ദിയുടെ 2 രൂപങ്ങളായ ബ്രജഭാഷ, അവധി എന്നിവ സംസാര ഭാഷയായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. പഞ്ചാബി, കന്നഡ, തെലുങ്ക്, ഒറിയ, ആസാമീസ്, മറാത്തി, ബംഗാളി, സിന്ധി, മലയാളം എന്നീ ഭാഷകൾ അക്കാലത്ത് രൂപം കൊണ്ടു. പേർഷ്യനും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി ഉറുദു എന്ന പുതിയ ഭാഷ രൂപം കൊണ്ടു. കേരളത്തിൽ അറബിയുടെ സ്വാധീനം മൂലം അറബി മലയാളം എന്ന പുതിയ മിശ്ര ഭാഷാ രൂപം നിലവിൽ വന്നു. ഈ കാലഘട്ടത്തിൽ സംസ്കൃതവും ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. വിജയനഗര ഭരണാധികാരികളുടെ സഭകളിൽ ആഘോഷാവസരങ്ങളിൽ സംസ്കൃതം ഉപയോഗിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഷയായി സംസ്കൃതം നിലനിന്നു. സംസ്കൃതത്തിലൂടെ ബഹുജന സാഹിത്യങ്ങളായ പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം എന്നിവ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമായി. The propagators of the Bhakti Sufi movement spread their ideas through their vernacular languages. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് പ്രാദേശിക ഭാഷകളിലൂടെയാണ് തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. എനേബിൾ ദ കോമൺ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദം. അപ്പൊ ഇങ്ങനെ പ്രാദേശിക ഭാഷകളിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. റിസൾട്ടഡ് ഇൻ ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേർഷ്യൻ ആൻഡ് ഹിന്ദി എ ന്യൂ ലാംഗ്വേജ് ഉറുദു കെയിം ഇൻ ടു ബീങ്. ഹിന്ദി പേർഷ്യൻ ലാംഗ്വേജുകൾ ചേർന്ന് പുതിയ ലാംഗ്വേജ് ആയ ഉറുദു ഉണ്ടായി. ഉറുദു വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലാംഗ്വേജസ് സച്ച് എസ് തെലുങ്കു ആൻഡ് മറാത്തി. തെലുങ്കു, മറാത്തി ഭാഷകളുടെ ശക്തമായ ഒരു സാന്നിധ്യം ഉറുദുവിൽ നമുക്ക് കാണാൻ സാധിക്കും. വെസ്റ്റേൺ കോസ്റ്റ് അറബിക് ഇൻഫ്ലുവൻസ് ദ റീജിയണൽ ലാംഗ്വേജസ് ഓഫ് ദാറ്റ് ഏരിയ. Because of the influence of the Arabic language, a new mixed dialect, അറബി മലയാളം, evolved in Kerala. കേരളത്തിൽ അറബിയുടെ സ്വാധീനം മൂലം അറബി മലയാളം എന്ന പുതിയ ഒരു ഭാഷ നിലവിൽ വന്നു. സാൻസ്ക്രിത് വാസ് യൂസ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് വിജയനഗര ഓൺ ഫെസ്റ്റീവ് ഒക്കേഷൻസ്. വിജയനഗര ഭരണാധികാരികള് ആഘോഷ അവസരങ്ങളിൽ സഭകളിൽ സംസ്കൃതം ഉപയോഗിച്ചിരുന്നു. സാൻസ്ക്രിത് പ്രിവൈൽഡ് ആസ് എ ലാംഗ്വേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഷയായിട്ടാണ് സംസ്കൃതം നിലനിന്നിരുന്നത്. ദ പോപ്പുലർ ലിറ്ററേച്ചർ ഓഫ് സാൻസ്ക്രിത് സച്ച് എസ് ദ പുരാണാസ്, രാമായണ ആൻഡ് ദ മഹാഭാരതാസ് വെയർ അവൈലബിൾ ഇൻ ദ റീജിയണൽ ലാംഗ്വേജസ്. സംസ്കൃതത്തിലുള്ള ബഹുജന സാഹിത്യങ്ങളായ പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം എന്നിവ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമായി. ഇനി ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ വില്ലേജ് ഓട്ടോണമി ഓഫ് ദ ചോള പീരീഡ്. ചോള ഭരണകാലത്തെ ഗ്രാമ സ്വയംഭരണത്തിന്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. ചോള രാജാക്കന്മാർ രാജ്യത്തെ മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. സ്വയംഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമായിരുന്നു കൊട്ടം. ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട ചുമതലകളും അധികാരങ്ങളും ഗ്രാമജനതയിൽ നിക്ഷിപ്തമായിരുന്നു. ഗ്രാമഭരണത്തിനായി ഉർ സഭ എന്നീ 2 സമിതികൾ പ്രവർത്തിച്ചിരുന്നു. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ഉർ. ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടതായിരുന്നു സഭ.
സഭയുടെ സവിശേഷതകൾ. സഭയുടെ പ്രവർത്തനത്തിനായി പ്രത്യേകം നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഭരണനിർവഹണത്തിനായി സഭയെ പല പഞ്ചായത്തുകളായി തിരിച്ച് ചുമതലകൾ നിശ്ചയിച്ചു നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പിലൂടെയും നറുക്കെടുപ്പിലൂടെയുമായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത്. അംഗങ്ങളെ വർഷം തോറും തിരഞ്ഞെടുത്തിരുന്നു. ഒരാൾക്ക് തുടർച്ചയായി പരമാവധി 3 തവണ മാത്രമാണ് അംഗമായിരിക്കാൻ അവസരം ലഭിച്ചിരുന്നത്. കൈക്കൂലി, കളവ് മുതലായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർക്ക് വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശം ഇല്ലായിരുന്നു. സഭയിലെ അംഗങ്ങൾ പെരുമക്കൾ എന്നും പഞ്ചായത്തിലെ അംഗങ്ങൾ വാരിയ പെരുമക്കൾ എന്നും അറിയപ്പെട്ടു. സഭയുടെ ചുമതലകളും അധികാരങ്ങളും. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, ജനക്ഷേമത്തിനു വേണ്ടിയുള്ള മരാമത്ത് പണികൾ നടത്തുക, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക. വില്ലേജ് ഓട്ടോണമി. For the sake of administration, the Chola kings divided the country into മണ്ഡലം, വളനാട്, നാട് ആൻഡ് കോട്ടംസ്. അപ്പം ഭരണത്തിന്റെ സൗകര്യത്തിനായിട്ട് ചോള രാജാക്കന്മാര് രാജ്യത്തെ മണ്ഡലങ്ങള്, വളനാടുകള്, നാടുകള്, കൊട്ടം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തു. എ ഗ്രൂപ്പ് ഓഫ് ഓട്ടോണമസ് വില്ലേജ് ഫോംഡ് എ കൊട്ടം. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമായിരുന്നു കൊട്ടം. All the responsibilities and authorities relating to the administration of villages were vested with the people of the villages. ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട ചുമതലകളും അധികാരങ്ങളും എല്ലാം ഗ്രാമീണ ജനതയിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. കൗൺസിൽ നോൺ ആസ് ദ UR and the Sabha functioned for the purpose of village administration. ഇപ്പോൾ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് 2 കൗൺസിലുകളാണ് ഉണ്ടായിരുന്നത്, ഉറും സഭയും. The people of the whole village was included in the UR. ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ചേർന്നതായിരുന്നു UR. Whereas the Sabha was the only a council of the Brahmins. ബ്രാഹ്മണന്മാർക്ക് മാത്രമുള്ളതായിരുന്നു സഭ. These councils assembled on the premises of temples. ക്ഷേത്ര പരിസരങ്ങളിലാണ് ഇവർ അസംബിൾ ചെയ്തിരുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ദ സഭ. സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. There were separate regulation for the functioning of the സഭ. സഭയുടെ പ്രവർത്തനത്തിനായിട്ട് പ്രത്യേകം നിയമങ്ങൾ ഉണ്ടായിരുന്നു. സഭ was divided into many panchayat with separate responsibilities for administrative convenience. ഭരണ നിർവഹണത്തിനായി സഭയെ പല പഞ്ചായത്തുകളായിട്ട് തിരിച്ച് ചുമതലകൾ നിശ്ചയിച്ചു നൽകിയിരുന്നു. The members of the panchayat were determined through both selection and election. സെലക്ഷനിലൂടെയും ഇലക്ഷനിലൂടെയാണ് പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത്. The members were elected annually. വർഷാവർഷമാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. One person could serve as the member of the panchayat for a maximum of 3 consecutive years. അതായത് ഒരാൾക്ക് തുടർച്ചയായി മാക്സിമം 3 തവണ മാത്രമേ അംഗമായിരിക്കാൻ അവസരം കിട്ടിയിരുന്നുള്ളൂ. Those who were accused of crimes such as bribery and theft were not given the chance to contest in the election. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ, അതായത് കൈക്കൂലി, കളവ് തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. The members of the sabhas were called പെരുമക്കൾ and the members of the panchayat were known as വാര്യ പെരുമക്കൾ. സഭാ മെമ്പേഴ്സിനെ പെരുമക്കളെന്നും പഞ്ചായത്തിലെ മെമ്പേഴ്സിനെ വാര്യ പെരുമക്കളെന്നും അറിയപ്പെട്ടു. അടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് സഭ. റിസീവ് ലാൻഡ് ഫോർ ദ ടെമ്പിൾ. ടെമ്പിളിന് വേണ്ടി ഭൂമി സ്വീകരിക്കുക. കളക്ട് ടാക്സ് ഫോർ സർവൈങ് ലാൻഡ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക. അണ്ടർടേക്ക് പബ്ലിക് വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് പബ്ലിക് വർക്ക്സ് ഒക്കെ നടത്തുക. കീപ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. രേഖകളും കണക്കുകളും ഒക്കെ സൂക്ഷിക്കുക. കണ്ടക്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ വില്ലേജ്. ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.